everyone, welcome to Masterminds Education online classes. So, we will deal with Srinarayana Guru Open University UG first semester English for Communication in the subject. Our course code is SGB24EG101AC. Our first semester paper the ability enhancement course AEC. Okay, so the subject is English for Communication. Okay, so we first block communication and language. This is the first block in the communication and language. So, first block, first unit is the video class. Unit 1, Introduction to Communication. Okay, communication is a basic idea in this chapter. Overall aim, leksham ennu parayunnathu. Appo endana nammude chapter inde pere unit inde pere Introduction to Communication. Okay, endana communication, endokka type communication aanu ullathu, ee കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഇപ്പോൾ രണ്ട് വ്യക്തികൾ ഇങ്ങനെ സംസാരിക്കുന്നല്ലേ, രണ്ട് മുഖങ്ങളുടെ ചിത്രം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം, മീനിങ് നോക്കാം. മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഒറിജിനലി ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർബ് കമ്മ്യൂണിക്കെയർ വിച്ച് മീൻസ് ടു മേക്ക് കോമൺ. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്താണ് ഈ കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർബിൻ്റെ അർത്ഥം എന്താണ്? വിച്ച് മീൻസ് ടു മേക്ക് കോമൺ അല്ലേ, പൊതുവായിട്ടുള്ള ഒന്നുണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് മേക്ക് കോമൺ ആക്കുക, പൊതുവായിട്ട് ഒരു സംഗതി നമ്മൾ പറയുക എന്നുള്ള അതന്നെയാണ് കോമൺ അല്ലേ, പൊതുവായ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കമ്മ്യൂണിക്കെയർ അങ്ങനത്തെ. അപ്പം അതാണ് അങ്ങനെ പൊതുവായ അല്ലേ, ടു മേക്ക് കോമൺ എന്ന മീനിങ് വരുന്ന എന്നർത്ഥം വരുന്ന കമ്മ്യൂണിക്കെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഒറിജിനലി ഡിറൈവ് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് അല്ലേ, അതാണ് പറയുന്നത്. മറ്റു രീതിയിലും വേറെ രീതിയിലും വിശ്വസിക്കപ്പെടുന്നുണ്ട് എന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ ബിലീവ്ഡ് ടു ഹാവ് ബീൻ ബേസ്ഡ് ഓൺ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിസ്. കമ്മ്യൂണിസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയും പറയുന്നുണ്ട്. കമ്മ്യൂണിസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? വിച്ച് മീൻസ് ടു ഷെയർ അല്ലേ, ഷെയർ ചെയ്യുക, പങ്കുവെക്കുക എന്നുള്ള മീനിങ് ആണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ. അപ്പം അതിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് അല്ലേ. ടു ഷെയർ, ടു ഇമ്പാർട്ട് എ പീസ് ഓഫ് ഇൻഫോർമേഷൻ, എ മെസ്സേജ്, ആൻ ഐഡിയ ഓർ കോൺസെപ്റ്റ്. അപ്പം എന്താണ്? ഒരു പീസ് ഓഫ് ഇൻഫോർമേഷൻ അല്ലേ, അത് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആശയം നമുക്ക് ഒരാളുമായിട്ട് പങ്കുവെക്കാനോ, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് പകർന്നു കൊടുക്കാനോ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദേശം, ഒരു മെസ്സേജ് അറിയിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ്, എന്തെങ്കിലും ഒരു ആശയം അല്ലേ, എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഒരാളുമായിട്ട് പങ്കുവെക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമുക്ക് അറിയിക്കണമെങ്കിൽ, ആ ഒരു അറിവ് പകർന്നു കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന അല്ലേ, അതാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. പങ്കുവെക്കുക, ഷെയർ ചെയ്യുക അല്ലേ, ഒരു പീസ് ഓഫ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുക, അതൊക്കെയാണ് എന്ത് ഉദ്ദേശിക്കുക. അപ്പോൾ വേ ഓഫ് പാസിങ് ഇൻഫോർമേഷൻ, ഷെയറിങ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ്, തോട്ട്സ് അല്ലേ, നമ്മളുടെ ആശയങ്ങളും ചിന്തകളും അല്ലെ പങ്കുവെക്കുക, ഇൻഫോർമേഷൻ പാസ് ചെയ്യുക, അതിനൊക്കെ ഉള്ളൊരു മെത്തേഡാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്സ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫോർമേഷൻ, ഐഡിയാസ്, ഇമോഷൻസ്, സ്കിൽസ്, നോളജ് ബൈ യൂസിങ് സിംബൽസ്, വേർഡ്സ്, പിക്ചേഴ്സ്, ഗ്രാഫ്സ്, ഡ്രോയിങ്സ്, ഇല്ലസ്ട്രേഷൻസ് എക്സെട്ര. അപ്പോൾ ഒരുപാട് അടയാളങ്ങൾ അല്ലെ, സിംബൽസ്, അതുപോലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഒരുപാട് അടയാളങ്ങൾ, ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വാക്കുകളും ചിത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വികാരങ്ങളെയും, അതുപോലെ നമ്മളുടെ കഴിവുകളെയും, നമ്മളുടെ ഐഡിയാസ്, നമ്മളുടെ ആശയങ്ങളെയും, നമ്മളുടെ ചിന്തകൾ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, ഇത്തരത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെയൊക്കെ നമ്മൾ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ, ആ ഒരു പ്രക്രിയയാണ്, ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുക, അത്തരം ഒരു എന്താണ് പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫോർമേഷൻ, ഐഡിയാസ്, ഇമോഷൻസ്, സ്കിൽസ് ആൻഡ് നോളജ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ എന്താണ്? ഈ ഇൻഫോർമേഷൻ ആവട്ടെ, ഐഡിയാസ്, നമ്മളുടെ ആശയങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ, ഇമോഷൻസ് ആവട്ടെ, ഫീലിങ്സ് ആവട്ടെ, തോട്ട്സ്, നമ്മളുടെ ചിന്തകളാവട്ടെ, ഇതെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ പറഞ്ഞു. എന്തിലൂടെ?
വെറും ട്രാൻസ്മിഷൻ ആണോ? അല്ല. ബൈ യൂസിങ് സിംബൽസ്, വേർഡ്സ്, പിക്ചേഴ്സ് അല്ലേ, നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചും അല്ലെ ഓരോ സിംബൽസ് ചിത്രങ്ങൾ ഉപയോഗിച്ചും ഇതിലോടൊക്കെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, നമ്മൾ എന്ത് വികാരമാണ് അല്ലെങ്കിൽ എന്ത് ഇമോഷനാണ് അല്ലെങ്കിൽ എന്ത് തോട്ടാണ് എന്ത് ഐഡിയയാണ് നമ്മൾ വേറൊരാളോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതൊക്കെ നമുക്ക് ഈ പിക്ചറിലൂടെയും ഗ്രാഫായിട്ടും ഡ്രോയിങ്സിലൂടെ ചിത്രങ്ങളിലൂടെ ഒക്കെ നമുക്ക് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള അല്ലെ നമുക്ക് വാക്കുകളിലൂടെയും പിക്ചറിലൂടെയും അല്ലെ ഗ്രാഫുകളിലൂടെയും ഒക്കെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വികാരങ്ങളെയും ഐഡിയാസിനെയും ഇൻഫർമേഷനൊക്കെ ട്രാൻസ്മിഷൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. മൊത്തത്തിൽ അല്ലേ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. നമ്മൾ ഒരാളോട് പോലും വർത്താനം പറയാതെ ഒരു ദിവസം ഫുള്ള് സൈലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളുണ്ടാവോ? ഇല്ല. അങ്ങനത്തെ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെ എല്ലാം നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ട് അല്ലേ. നമ്മളെപ്പോഴും സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വാക്കുകളിലൂടെ അല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് നമ്മളുടെ ആക്ഷൻ അല്ലേ നമ്മളുടെ എന്തിലൂടെങ്കിലൊക്കെ നമ്മൾ ചിത്രങ്ങളുടെ സഹായത്തോടെ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിലൂടെ ഒക്കെ നമ്മൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ നമ്മളത് പങ്കുവെക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ രീതികൾ തന്നെയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ജനറൽ ആൻഡ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ പറയപ്പെട്ട കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെ പൊതുവായിട്ടുള്ള ഒരു എന്താണ് ജീവിതത്തിൻ്റെ ഒരു ഫീച്ചറാണ്, നമ്മുടെ ലൈഫിൽ ഒരു ഫീച്ചറാണ് എന്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് പറയുന്നത്. വി കനോട്ട് ഇമാജിൻ ലൈഫ് വിത്തൗട്ട് ഇറ്റ് അല്ലേ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. ഓക്കെ, എവറി ലിവിങ് സ്പീഷീസ് ഹാവ് ദെയർ ഓൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമ്മൾ മനുഷ്യന്മാർ അല്ലേ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഇപ്പം മൃഗങ്ങൾക്കിടയിൽ അവർക്കും എന്താണ് ഇടയിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷേ അവർക്ക് നമുക്കറിയാം മൃഗങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല അല്ലേ. പക്ഷെ എങ്കിൽ പോലും സംസാരിക്കുന്നില്ലെങ്കിൽ പോലും പല സൗണ്ടുകളിലൂടെയും ഒക്കെ അവർക്കിടയിലും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് അല്ലേ. അവർക്കിടയിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ സ്പീഷീസ് അല്ലെ ഓരോ ജീവജാലങ്ങൾക്കും എന്താണ് അവരുടേതായിട്ടുള്ള വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, we use different symbols, gestures and other different means to communicate with other അല്ലേ. അപ്പോൾ നമ്മൾ മറ്റൊരാളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ആക്ഷൻസ് അല്ലെ ഗസ്റ്റേഴ്സ് സിംബൽസ് അടയാളങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ദ മീനിങ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 or more participants. അപ്പം മൊത്തത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനെ ചുരുക്കി എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും, അതായത് 2 അതിലധികമോ വ്യക്തികൾക്കിടയിൽ നടക്കുന്ന എന്താണ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു ആശയവിനിമയ കൈമാറ്റം, അതാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മീനിങ് ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 or more participants. 2 അതിലധികമോ പാർട്ടിസിപ്പൻസ് ഉണ്ടാവാം കമ്മ്യൂണിക്കേഷനിൽ അല്ലേ. കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു സംഭാഷണത്തിൽ 2 പേര് മാത്രമാണ് ഉൾപ്പെടാൻ പറ്റുക അല്ല. നമുക്ക് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട് അല്ലേ. പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2 പേർക്ക് മാത്രമാണ് സംസാരിക്കാൻ പറ്റുക അല്ലേ. 3-4 പേര് കൂടിയാലും അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് അല്ലേ. ഒരു മാസ് ഓഡിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് അല്ലേ. അപ്പം ഇങ്ങനെ ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അല്ലേ. അപ്പം 2 അതിലധികമോ പാർട്ടിസിപ്പൻസ് ഉൾപ്പെടുന്ന എന്താണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ അർത്ഥവത്തായിട്ടുള്ള ഒരു എന്താണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ഒരു പ്രോസസ്സാണ് ഇത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ റിക്വയേഴ്സ് എ സെൻഡർ, എ മെസ്സേജ്, എ മീഡിയം ആൻഡ് റിസീവർ. ഇനി അടുത്തതായിട്ട് പറയുന്നത് അപ്പോൾ നമുക്കറിയാം അപ്പോൾ ഒരു മെസ്സേജ് അപ്പം കമ്മ്യൂണിക്കേഷനിൽ ഇപ്പം 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ആ സംസാരിക്കുന്ന ആൾ അല്ലേ ഒരാൾ മറ്റൊരാളോട് പറയുന്നു കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ആ പറയുന്ന ആളാണ് ആര്, സെൻഡർ. അവർ പറയുന്ന കാര്യമാണെന്ത് മെസ്സേജ്. ആരോടാണ് പറയുന്നത് അല്ലെങ്കിൽ ആരാണോ ആ സെൻഡർ പറയുന്ന മെസ്സേജ് ആരാണോ അത് കേൾക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ആ മെസ്സേജ് സ്വീകരിക്കുന്നത് അവരെയാണ് നമ്മൾ റിസീവർ എന്ന് പറയുക. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും സെൻഡർ ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും, റിസീവർ ഉണ്ടാവും. പിന്നെയോ അവരേത് മീഡിയം ഉപയോഗിച്ചാണ് ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത്. ഇപ്പോൾ 2 പേര് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഉള്ള ഒരു സംസാരം ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അവിടെ മീഡിയം എന്താണ് അറ്റ്മോസ്ഫിയർ, എയർ ആണ് അല്ലെ, വായു ആണ് അവിടെ മീഡിയം. ഓക്കെ,
ടെലിഫോണിക് കോൺവെർസേഷൻ ആണെങ്കിൽ അവിടെ ടെലിഫോണാണ് മീഡിയം. ഓക്കെ, അപ്പോൾ ഏതൊരു കമ്മ്യൂണിക്കേഷനിലും എന്തുണ്ടാവും? ഒരു സെൻഡർ ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും, മീഡിയം ഉണ്ടാവും, ദെൻ ഒരു റിസീവറും ഉണ്ടായിരിക്കും. ഓൾദോ ദ റിസീവർ ഡസ് നോട്ട് ഹാവ് ടു ബി പ്രസന്റ് ഓർ അവെയർ ഓഫ് ദ സെൻഡേഴ്സ് ഇന്റന്റ് ടു കമ്മ്യൂണിക്കേറ്റ് അറ്റ് ദി ടൈം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത്, ഈ ആശയവിനിമയം നടക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, എന്താണ് സെൻഡറിൻ്റെ, അതായത് ആ മെസ്സേജ് പറയുന്ന ആളുടെ, അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇൻറ്റൻറ്റ്, എന്താണ് അയാളുടെ ഉദ്ദേശം എന്നുള്ളത്, അതായത് അതിനെക്കുറിച്ച് എന്താണ് റിസീവർ ബോധവാനായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ദ റിസീവർ ഡസ് നോട്ട് ഹാവ് ടു ബി പ്രസന്റ്, അല്ലെങ്കിൽ ആ കേൾക്കുന്ന വ്യക്തി ചിലപ്പോൾ അവിടെ അയാളുടെ ഒരു ബോഡി പ്രസൻസ് അവിടെ ഉണ്ടാവണം എന്നും നിർബന്ധമില്ല. ഓക്കെ, ദ റിസീവർ ഡസ് നോട്ട് ഹാവ് ടു ബി പ്രസന്റ് ഓർ അവെയർ ഓഫ് ദ സെൻഡേഴ്സ് ഇന്റന്റ് ടു കമ്മ്യൂണിക്കേറ്റ് അറ്റ് ദി ടൈം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ അടുത്ത പോയിന്റ് നോക്കാം. ബട്ട് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് കംപ്ലീറ്റ് വൺസ് ദ റിസീവർ അണ്ടർസ്റ്റാൻഡ്സ് ദ സെൻഡേഴ്സ് മെസ്സേജ്. അപ്പം സെൻഡറിൻ്റെ മെസ്സേജ് എപ്പോഴാണ് ആ സെൻഡർ പറഞ്ഞിട്ടുള്ള മെസ്സേജ്, അതായത് ഈ മെസ്സേജ് അയക്കുന്ന വ്യക്തി, അപ്പം അയാൾ പറഞ്ഞ കാര്യം ഈ റിസീവർക്ക് മനസ്സിലാവുമെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അയാൾക്കത് ആ ഒരു സെൻഡർ പറഞ്ഞിട്ടുള്ള കാര്യം, അല്ലേ, സെൻഡർ അയച്ച മെസ്സേജ് റിസീവർക്ക്, ഈ മെസ്സേജ് കിട്ടിയ ആൾക്ക് ആ സെൻഡർ പറഞ്ഞ കാര്യം മനസ്സിലായി എങ്കിൽ മാത്രമേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോഴേ അത് പൂർണ്ണമാവുന്നുള്ളൂ. ദ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഒക്കർ അക്രോസ് വാസ്റ്റ് ഡിസ്റ്റൻസസ് ഇൻ ടൈം ആൻഡ് സ്പേസ്. അപ്പം കമ്മ്യൂണിക്കേഷന് എങ്ങനെയാണ്? സമയത്തിനും സ്ഥലത്തിനും അതീതമായിട്ട്, അല്ലേ, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. കാരണം ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും നമുക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പം ഉണ്ട്, അല്ലേ. ഇപ്പം ടെലിഫോൺ ആവട്ടെ, അല്ലെങ്കിൽ സ്കൈപ്പ് വഴിയൊക്കെ നമുക്ക്, അല്ലെ, വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ കോൾ ചെയ്യാം, നമുക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ നോർമൽ കോളൊക്കെ പോസിബിൾ. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് വിദേശത്തുള്ള ആളാണെങ്കിലൊക്കെ നമുക്ക് വിളിക്കാനും കണ്ട് സംസാരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്? സമയത്തിനും അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, അല്ലെ, അകലത്തിനും ഒക്കെ അതീതമാണ് എന്നുള്ളത് നമുക്ക് പറയാം. കാരണം അതിനൊക്കെ മറികടന്നുകൊണ്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത്, അല്ലെ, ഇപ്പം അതൊന്നൊരു എന്താ പറയുക, ഒരു റെസ്ട്രിക്ഷൻ അല്ല, അല്ലെങ്കിൽ അതൊന്നും ഒരു തടസ്സമാവുന്നില്ല, അല്ലെ. ഇപ്പോൾ ദൂരെ, അല്ലെ, വിദേശത്ത് ഗൾഫിലുള്ള ഒരാൾക്ക് നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തൂടെ, അതൊക്കെ. അപ്പോൾ അവിടെ ഒന്നും ആ സ്ഥലവും സമയവും ഒന്നും അവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല, അല്ലെ. അതിനുള്ള സംവിധാനമൊക്കെ നമുക്ക് ഉണ്ട്, പോസിബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഒക്കർ അക്രോസ് വാസ്റ്റ് ഡിസ്റ്റൻസസ് ഇൻ ടൈം ആൻഡ് സ്പേസ്. ഇനി എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് പ്രത്യേകതകൾ, സവിശേഷതകളാണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രക്രിയയാണ്, അല്ലെ, ഒരു പ്രോസസ്സാണ്, നമുക്കറിയാം. പിന്നെയോ ഈ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും എന്തുണ്ടാവും? പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി മെസ്സേജ്, പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. പിന്നെയോ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി റിട്ടൺ, വെർബൽ, ഓർ ആൻ ആറ്റിറ്റ്യൂഡ്, ഓർ ആൻ ഇമോഷൻ, ഓർ എ സിംബൽ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? റിട്ടൺ ആയിരിക്കാം, അല്ലെ, എഴുതപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ വെർബൽ, സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് നോക്കാം, അല്ലെങ്കിൽ ഇമോഷൻ, അല്ലെങ്കിൽ ഒരു സിംബൽ, അല്ലെ, നമ്മളുടെ വികാരം, അല്ലെങ്കിൽ ഒരു അടയാളം, അങ്ങനെ ഏത് രീതിയിലും, ഇങ്ങനെ ഏത് രീതിയിലും ആവാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ മേ ബി എ ട്രാൻസ്മിഷൻ ഓഫ് ഫാക്ട്സ്, ഫിഗേഴ്സ് ഓർ ഫീലിങ്സ്. അപ്പോൾ നമ്മളുടെ വികാരങ്ങളെക്കുറിച്ച്, വിചാരങ്ങളെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഓരോ വസ്തുതകളെക്കുറിച്ചൊക്കെയുള്ള ഒരു ട്രാൻസ്മിഷനാണ്, അതിൻ്റെയൊക്കെ ഒരു കൈമാറ്റം ആണ്, അല്ലെ, അതിൻ്റെയൊക്കെ ഒരു എക്സ്ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്. അതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഹാസ് അറ്റ്ലീസ്റ്റ് 2 parties, one who sends and the other who receives. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷനിൽ സെൻഡർ ഉണ്ടാവും, റിസീവർ ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും, മീഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പം ബേസിക്കലി മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ എന്തായാലും ഇത് രണ്ടും എന്തായാലും ഉണ്ടാവും. എന്ത്? ഒരു സെൻഡറും റിസീവറും എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം കമ്മ്യൂണിക്കേഷനിൽ ഈ 2 പാർട്ടീസ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഹാസ് അറ്റ്ലീസ്റ്റ് 2 parties. കമ്മ്യൂണിക്കേഷന് എന്താണ്? ഒരു ആശയവിനിമയം നടക്കുമ്പോൾ അതിൽ മിനിമം, അല്ലെ, അറ്റ്ലീസ്റ്റ് ആരുണ്ടാവും? ഒരു സെൻഡർ ഉണ്ടാവും, ഒരു റിസീവറും ഉണ്ടാവും. ദെൻ കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസ് എന്താണ്? ഈ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകത എന്നുള്ളതാണ്. ഒന്ന്, ഇൻസ്ട്രക്ഷൻ, അല്ലേ, നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, അല്ലേ. കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആശയവിനിമയം നടത്തിക്കൊണ്ട്, അല്ലെ, ഇതിൻ്റെ ഒരു ഉപയോഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും, അല്ലേ. നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, അല്ലെ, ഇതിനൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ, അതുപോലെ ഇൻഫോർമേഷൻ, അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് പാസ് ചെയ്യണം, അല്ലെ, പറയണമെന്നുണ്ടെങ്കിൽ അവിടെയും ഈ കമ്മ്യൂണിക്കേഷൻ, അല്ലെ, കമ്മ്യൂണിക്കേഷൻ കാരണം നമുക്ക് എന്ത് പോസിബിൾ ആണ്?
നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ സാധിക്കും, അല്ലെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും, ഇൻഫോർമേഷൻസ് അറിവ് പകർന്നു കൊടുക്കാൻ സാധിക്കും, പിന്നെ ഇവാലുവേഷൻ വിലയിരുത്താൻ സാധിക്കും, പിന്നെ ഡയറക്ഷൻ എന്താ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, അല്ലെ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഡയറക്ഷൻ, ഒരു പ്രത്യേക ദിശ കാണിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും, അല്ലെ? ഇതിനൊക്കെ അവിടെ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെയോ അല്ലെ, നമ്മളൊരു പ്രോപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാനും ഇൻസ്ട്രക്ഷൻ തരാനും ഒക്കെ കമ്മ്യൂണിക്കേഷനും പറ്റും എന്നുള്ളതാണ്. ദെൻ ടീച്ചിങ്, അല്ലെ? പഠിപ്പിക്കാനും കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. പിന്നെയോ ഇൻഫ്ലുവൻസിങ്, മറ്റൊരാളിൽ നമുക്ക് സ്വാധീനം ചെലുത്തണമെങ്കിൽ അവിടെയൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് പോസിബിൾ ആവുന്നത്. ഓക്കെ, ഇമേജ് ബിൽഡിങ്, അല്ലെ? നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഇമേജ് ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ അവിടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് അതൊക്കെ സാധ്യമാവുന്നത്. ദെൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 4 വഴികളാണ് പറയുന്നത്. ഒന്ന് സ്പീക്കിംഗ്, സംസാരത്തിലൂടെ, അല്ലേ? മോസ്റ്റ് കോമൺ വേസ് ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രധാന വഴികളാണ്. ഒന്ന് പറയുന്നത് എന്താണ്? സ്പീക്കിംഗ്, അല്ലേ? സംസാരത്തിലൂടെ അങ്ങനെയും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. പിന്നെയോ വിഷ്വൽ ഇമേജസ്, ഓരോ ചിത്രങ്ങൾ കാണിച്ചിട്ട് ആ ചിത്രങ്ങൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? ചിത്രങ്ങളിലൂടെയും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. പിന്നെയോ റൈറ്റിംഗ്, എഴുത്തിലൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതിയിട്ടും അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബോഡി ലാംഗ്വേജ്, ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ഓരോ ആക്ഷൻ കാട്ടിയിട്ട്, അല്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ സമ്മതമാണെങ്കിൽ നമ്മൾ തല കൊണ്ട് ഇങ്ങനെ നോഡ് ചെയ്യും, അല്ലേ? സമ്മതമാണെന്നുള്ളതില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഷേക്ക് ചെയ്യും ഹെഡ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ബോഡി ലാംഗ്വേജിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രീതികളാണ്. ഓക്കെ, ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ട് കാണിക്കുന്ന തംസപ്പ്, അല്ലെ? ഗുഡ് എന്നുള്ളതിന് നമ്മൾ തംസപ്പ് ഒക്കെ കാണിക്കും. അതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാം, വിഷ്വൽ ഇമേജസ് യൂസ് ചെയ്യാം, സ്പീക്കിംഗ് സംസാരത്തിലൂടെയും റൈറ്റിംഗ് എഴുത്തിലൂടെയൊക്കെ ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ വേസ് ടു കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രധാന പൊതുവായിട്ട് കാണപ്പെടുന്ന വഴികളാണ് ഇതൊക്കെ. ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. അതിൽ വെർബലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് പ്രധാനമായിട്ടും ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അപ്പോൾ അതിൽ വെർബലിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഓറൽ അതുപോലെ റിട്ടൺ. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, പേരിൽ തന്നെ ക്ലിയർ ആണ്. വെർബൽ, അല്ലെ? അവിടെ സംസാരം അവിടെ ഒരു ഘടകം, അല്ലെ? സംസാരം മാത്രമല്ല, കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിനാണ് നമ്മൾ ഓറൽ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ അതിൽ വരുന്ന 2 ക്ലാസിഫിക്കേഷനാണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, എഴുത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. അത്തരത്തിലുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, സംസാരിച്ചു കൊണ്ടുള്ളതാണെങ്കിൽ അത് ഓറലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് സിംബൽസ് ദാറ്റ് ജനറലി ഹാവ് യൂണിവേഴ്സൽ മീനിങ്സ് ഫോർ ഓൾ ഹു ആർ ടേക്കിംഗ് പാർട്ട് ഇൻ ദി പ്രോസസ്. അപ്പം ഈ ഒരു പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ആരും, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആരും തന്നെ എന്താണ് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഒരുപാട് സിംബൽസ്, അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പം ഓറൽ കമ്മ്യൂണിക്കേഷൻ, അല്ലേ? സംസാരം, അവിടെ വാക്കുകൾ ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുകിൽ എഴുത്തിലൂടെ അല്ലെങ്കിൽ എന്താണ് സ്പീക്കിങ്ങിലൂടെ, സംസാരത്തിലൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നത്, ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ സംസാരത്തിലൂടെ മാത്രമാണ് അവിടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ സ്പോക്കൺ ഫോം. സംസാര രൂപത്തിൽ മെസ്സേജ് കൈമാറ്റം ചെയ്യുന്നതിനെയാണ്, അങ്ങനെ ആശയവിനിമയം നടത്തുന്നതിനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഴുത്ത് രൂപത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് in which information is exchanged in the written or printed form. അപ്പോൾ എഴുതിലൂടെ അല്ലെങ്കിൽ പ്രിന്റ്, അല്ലേ? നമുക്ക് പ്രിന്റ് എടുക്കാം, അല്ലെ? ഇപ്പം ബുക്സ് ഒക്കെ എങ്ങനെയാണ് ഈ ബുക്ക് വായിക്കുന്നത്? അതൊക്കെ എന്താണ്? അത് എഴുതിയിട്ടുള്ള ആ ബുക്ക് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് അത് മേടിക്കുന്ന ആളുകൾ അത് വായിക്കുന്നു, അല്ലെ? അപ്പം ഓതർ, അല്ലെ? എഴുത്തുകാരൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അവിടെ പ്രിന്റഡ് രൂപത്തിൽ വായനക്കാരിലേക്ക് എത്തുകയാണ്, അല്ലെ? അപ്പം എങ്ങനെ എഴുത്തിലൂടെ അല്ലെങ്കിൽ ഒരു എഴുത്ത് രൂപത്തിൽ അല്ലെങ്കിൽ പ്രിന്റഡ് ഫോമിൽ, പ്രിന്റ് ചെയ്യപ്പെട്ട രൂപത്തിലൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടി അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് ടൈപ്സ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കോമൺ ആയിട്ട് എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്തതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതല്ലാതെ വേറെയും കുറച്ച് വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഫ്യൂ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നോക്കാം. അതിലൊന്ന് വരുന്നതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കിൽ വിച്ച് ഈസ് ആക്ച്വലി എ ഹൈലി ഡെവലപ്ഡ് സെൽഫ് നോളജ് ഇൻവോൾവിംഗ് ആക്യുറേറ്റ് നോളജ് ഓർ ഗോൾസ്, സ്ട്രെങ്ത്, ലിമിറ്റേഷൻസ്, മൂഡ്സ്, ആങ്സൈറ്റീസ്, ഡിസയേഴ്സ് ആൻഡ് മോട്ടിവേഷൻസ്. അതായത് ചുരുക്കി പറയാം, മലയാളത്തിൽ പറയുക ഇങ്ങനെയാണ്. ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്വയം
സംസാരിക്കുക, ടു ടോക്കിംഗ് ടു ദി സെൽഫ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മളുടെ ചിന്തകൾ, നമ്മൾ സ്വയം ചിന്തിക്കുന്നത്, സ്വയം പറയുന്നത്, നമ്മുടെ മനസ്സിനോട് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളോട് സ്വയം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ വരിക. ഓക്കെ, നമ്മളുടെ ആങ്സൈറ്റി അല്ലെ, നമ്മളുടെ പേടികൾ, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ മോട്ടിവേഷൻ അല്ലെ, നമ്മളുടെ ഗോൾസ്, നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം ഒരു അറിവുണ്ടാവും നമ്മളെക്കുറിച്ച് അല്ലെ. നമ്മളെക്കുറിച്ച് നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. അതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, സ്വയം ഉള്ള സംസാരമാണത്. ഓക്കെ, നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണത് ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാട്ട്സ് ഹാപ്പനിങ്, എന്താണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കുന്നത്? സെൽഫ് ടോക്ക് അല്ലെ, സ്വയം സംസാരമാണ്. അതായത് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യുവർ സെൽഫ്, നമ്മളോട് തന്നെ ആശയവിനിമയം നടത്തുകയാണ്, നമ്മളോട് തന്നെ സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ദെൻ തോട്ട്സ്, നമ്മളുടെ ചിന്തകൾ, അൺകോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് തോട്ട്സ്. നമ്മളുടെ ചിന്തകൾ എന്ന് പറയുമ്പോൾ ചിലത് നമ്മളുടെ അവബോധ മനസ്സിൽ അല്ലെ, നമ്മളുടെ ബോധ മനസ്സിലുണ്ടാകും, കോൺഷ്യസ് ആയിരിക്കും ചില ചിന്തകൾ, ചിലത് നമ്മളുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് അല്ലെ, ഉപബോധ മനസ്സിൽ അവിടെ അടിയിൽ കിടക്കുന്നുണ്ടാവും ചില കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളുടെ ചിന്തകൾ അൺകോൺഷ്യസ് ആവട്ടെ കോൺഷ്യസ് ആവട്ടെ, ഇത്തരം തോട്ട്സ്, അത്തരം ചിന്തകൾ, അതുപോലെ തന്നെ നമ്മളോട് തന്നെ സംസാരിക്കുന്നത്, ഇതൊക്കെയാണ് ആ ഒരു സെൽഫ് ടോക്ക്, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കുന്നത്. ഇനി ഈ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഡിപ്പെൻഡ്സ് ഓൺ അവർ പാസ്റ്റ് എക്സ്പീരിയൻസസ് അല്ലെ, നമ്മളുടെ ഭൂതകാലത്തിലെ ഓരോ അനുഭവങ്ങൾ, നമുക്ക് മുൻപ് നടന്ന എന്തെങ്കിലും അനുഭവങ്ങളുടെ പരിചയത്തിൽ അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ബേസിൽ നമ്മളോട് തന്നെ ഓരോന്ന് പറയുന്നത് അല്ലെ, അതൊക്കെയാണ് വരുന്നത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസസ്, നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിൻ്റെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെയോ ദ റെഫറൻസ് ഗ്രൂപ്പ്സ് വി ഐഡൻറ്റിഫൈ വിത്ത്, അതുപോലെ ദ റോൾ വി പ്ലേ ഇൻ അവർ ലൈഫ്സ് അല്ലെ, നമ്മളോട് തന്നെ എന്താണ് നമുക്കൊരു റോൾ ഉണ്ടാവും അല്ലേ. ദ റോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്ത് റോളാണ് നമുക്കുള്ളത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വഹിക്കുന്ന പങ്ക് എന്താണ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുള്ളത്, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഇനി ക്വസ്റ്റ്യൻ യുവർ സെൽഫ്, നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക, നമ്മളോട് തന്നെ ചിന്തിക്കുക, ഇതൊക്കെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ വരിക. അപ്പം നമ്മൾ സ്വയം ചോദിക്കുകയാണ്, ഇൻ വൺ വേർഡ് ഡിസ്ക്രൈബ് യുവർ സെൽഫ് അല്ലെ, നമ്മളെക്കുറിച്ച് തന്നെ ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ 3 words ഡിസ്ക്രൈബ് യുവർ സെൽഫ്, 3 വാക്കിൽ നമ്മളെക്കുറിച്ച് എങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. ഇൻ 10 words ഡിസ്ക്രൈബ് യുവർ സെൽഫ്, നമ്മളെക്കുറിച്ച് തന്നെ ഒരു 10 വാക്കിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പോലെ നമ്മളോട് തന്നെ നമ്മളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് അങ്ങനെ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക്, അതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, ഇനി ഈ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പ്രാധാന്യമുള്ളതാണോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ, ഇത് ആവശ്യമാണോ നമ്മളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഇൻ ഓർഡർ ടു സക്സസ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് യു മസ്റ്റ് ഫസ്റ്റ് ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ സെൽഫ്. എന്താണ്, നമുക്ക് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, നമുക്ക് സ്വയം നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്ക് നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കണം, എങ്കിലേ നമുക്ക് അല്ലേ, നമ്മൾ സ്വയം സ്നേഹിച്ചാലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുമെന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ, മറ്റുള്ളവരുമായിട്ട് ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആദ്യം നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും അടിസ്ഥാന ലെവലാണ്, ഏറ്റവും ബേസിക് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ ആൻഡ് വാട്ട് യു തിങ്ക് ഓഫ് യുവർ സെൽഫ്. കാരണം നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കണം അല്ലേ, നമുക്ക് നമ്മളെക്കുറിച്ചൊരു അറിവ് വേണം അല്ലേ, നമ്മൾ എന്താണ്, നമ്മൾ ആരാണ് അല്ലേ. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മസ്റ്റാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയോ നമ്മളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ലെവലാണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതെന്താവും? ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ത്രൂ വെർബൽ ആൻഡ് നോൺ വെർബൽ മെസ്സേജസ്. അപ്പോൾ വെർബൽ മെസ്സേജസ് ആവട്ടെ, നോൺ വെർബൽ മെസ്സേജസ് ആവട്ടെ, ഇതിലൂടെയൊക്കെ അപ്പോൾ ഇങ്ങനെ വെർബലായിട്ടും നോൺ വെർബലായിട്ടൊക്കെ ആ ഒരു ആശയവിനിമയം നടത്തുന്ന ആ ഒരു പ്രോസസ്സാണ്. അതായത് ആളുകൾ
വെർബലായിട്ട് വെർബൽ മെസ്സേജസ് ആയും നോൺ വെർബലായിട്ടൊക്കെ എന്താണ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഒന്ന്, ശ്രദ്ധിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, എബിലിറ്റി ടു ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. പിന്നെയോ പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹരിക്കുക അല്ലെ, പ്രശ്നപരിഹാരത്തിനുള്ള ഒരു കഴിവ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം. പിന്നെയോ ഡിസിഷൻ മേക്കിംഗ് അല്ലെ, തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവ്. ദെൻ പേഴ്സണൽ സ്ട്രെസ് മാനേജ്മെന്റ്, നമുക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് സ്ട്രെസ്സോ ഇഷ്യൂസോ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് എത്രത്തോളം നമുക്ക് മാനേജ് ചെയ്യാൻ ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഒരുപാട് സ്ട്രെസ് അല്ലേ, മനുഷ്യന്മാരാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സ്കിൽസ്, ഈ 4 സ്കിൽസാണ് പ്രധാനമായിട്ടും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലുള്ളത്. ഓക്കെ, ഒന്ന് നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഓക്കെ, പിന്നെ പ്രോബ്ലം സോൾവ് അല്ലെ, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്. ദെൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ദെൻ പേഴ്സണൽ സ്ട്രെസ് മാനേജ്മെന്റ്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർപേഴ്സണൽ. അപ്പോൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്താണെന്നുള്ളത് നോക്കാം. Effective communication is very helpful in workplace where we need to interact with different types of people. അല്ല, അപ്പോൾ ഇന്റർപേഴ്സണൽ മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നത് അല്ലെ, ഇപ്പം നമുക്കൊരു വർക്ക് പ്ലേസിലാവുമ്പോൾ അല്ലെ, നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും അല്ലേ, പല സ്വഭാവത്തിലുള്ള പല സംസ്കാരത്തിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ കീപ്പ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മളുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് അല്ലാതെയൊക്കെ നമ്മളൊരു നല്ല രീതിയിലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം അല്ലേ. അപ്പം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ വർക്ക് പ്ലേസിലാണെങ്കിൽ പോലും അത് വളരെ സഹായിക്കും അല്ലേ. നമുക്ക് വ്യത്യസ്ത തരം ആളുകളുമായിട്ട് ഇടപഴകാനുള്ള, ഇൻട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം അല്ലേ, അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അതിന് നമ്മളെ സഹായകമാവും എന്ത്, നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അതിന് സഹായിക്കുന്നുണ്ട്. പിന്നെയോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനും എന്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. വിതിൻ ദി ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, എന്ത് കുടുംബത്തിനോടാകാം അല്ലെ, നമ്മുടെ ഫാമിലിയിലാവട്ടെ ഫ്രണ്ട്സിനിടയിലാവട്ടെ നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബോണ്ട്, നല്ലൊരു ബന്ധം അവിടെ നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ ഓൾസോ നോൺ ആസ് ലൈഫ് സ്കിൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലേ, അതിനെ നമുക്ക് എന്താണ് നമ്മളുടെ ജീവിതത്തിലെ അല്ലേ സ്കില്ലായിട്ട് നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ എന്തെന്നും അറിയപ്പെടുന്നു, ലൈഫ് സ്കിൽ എന്നും അറിയപ്പെടുന്നു അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരുപാട് സ്കില്ലുകൾ, ഒരുപാട് കഴിവുകൾ നമുക്ക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൂടെ സാധ്യമാവുന്നുണ്ട്. Then elements of interpersonal communication. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലെ എലമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. എന്തൊക്കെ ഘടകങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നത്? കമ്മ്യൂണിക്കേറ്റേഴ്സ് ഉണ്ടാവും, അതായത് സെൻഡറും ഉണ്ടാവും റിസീവറും ഉണ്ടാവും. പിന്നെ മെസ്സേജ് ഉണ്ടാവും, ഫീഡ്ബാക്ക് ഒരു റെസ്പോൺസ് ഉണ്ടാവും, ചാനൽ ഉണ്ടാവും അല്ലേ, പിന്നെ ഒരു കോണ്ടെക്സ്റ്റ് ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം ഉണ്ടാവും, നോയ്സ് ശബ്ദം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ എലമെന്റ്സ് ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? It is the way of communication in which a human interacts with other species. അതായത് മനുഷ്യരോട് തന്നെ അല്ലാതെ വേറെയും അല്ലെ, ഇപ്പം നമ്മൾ മനുഷ്യന്മാരോട് മാത്രം തന്നെ അല്ല സംസാരിക്കുക, നമ്മൾ ചെടികളോടും മൃഗങ്ങളോടും അല്ലെ, പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, പട്ടിയോ പൂച്ച അങ്ങനെ വളർത്തു മൃഗങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിനൊക്കെ കൊഞ്ചിച്ചും അല്ലെ അതിനോടൊക്കെ നമ്മൾ സംസാരിക്കുക. അതൊക്കെ എന്താണ്? അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്ത്, എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, ഒരു കുട്ടി ഒരു പട്ടീനോട് സംസാരിക്കുന്ന ഒരു ചിത്രം, പിന്നെയോ അല്ലെ ഒരു കുട്ടി ഇതാ പൂക്കളോട് ചെടികളോട് സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നോൺ ലിവിങ് ഒബ്ജക്ട്സുമായിട്ടുള്ള സംസാരം, അത്തരം കമ്മ്യൂണിക്കേഷനാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് മറ്റ് ജീവജാലങ്ങളോട്, ചെടികളോടും മറ്റു മൃഗങ്ങളോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക്, ആ ഒരു വേ, ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നോൺ ഹ്യൂമൻ എൻറ്റൈറ്റീസ് ഈസ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ മനുഷ്യരും അതുപോലെ ഇങ്ങനത്തെ മറ്റു ചെടികളും മൃഗങ്ങളും ഒക്കെ തമ്മിലുള്ള ഒരു സംസാരം. ഓക്കെ, മനുഷ്യരും ചെടികളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, മനുഷ്യരും ആനിമൽസും വളർത്തുമൃഗങ്ങളൊക്കെ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ ടൈപ്പ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയാം? കമ്മ്യൂണിക്കേഷൻ വിത്ത് ആനിമൽസ്, മൃഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് പ്ലാന്റ്സ്, ചെടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ദെൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് റോബോട്ട്സ് അല്ലെ, മെഷീൻസ് അല്ലെങ്കിൽ റോബോട്ടുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ എന്താണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ്
creating, sending, receiving and analyzing messages to large audiences via verbal and written media. അല്ലേ, അപ്പോൾ വെർബൽ ആവട്ടെ റിട്ടൺ മീഡിയ ആവട്ടെ, അപ്പോൾ വെർബൽ മീഡിയ വഴിയും റിട്ടൺ മീഡിയ വഴിയൊക്കെ ഒരു മാസ് ഓഡിയൻസിലേക്ക്, ഒരു ലാർജ് ഓഡിയൻസിലേക്ക് നമ്മൾ മെസ്സേജസ് കൈമാറുകയാണെങ്കിൽ, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന അത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നോക്കാം. എന്താണ്? പ്രിന്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഔട്ട്ഡോർ ആൻഡ് ട്രാൻസിറ്റ് മീഡിയ, ദെൻ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ന്യൂ മീഡിയ. ഇതൊക്കെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പല തരത്തിലുള്ള മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനാണ് ഈ പറയുന്നത്. അപ്പോൾ പ്രിന്റ് മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ ന്യൂസ് പേപ്പർ, മാഗസിൻ, ബുക്ക്, നോവൽ, ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ദെൻ ജേർണലും പബ്ലിക്കേഷൻസും അല്ലേ, ഓരോ കോമിക്സ് അല്ലെ, കോമിക്കലായിട്ടുള്ള ഒരുപാട് വർക്ക്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് പ്രിന്റ് മീഡിയയിൽ ഉൾപ്പെടുന്നത്. പ്രധാനമായിട്ടും ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ജേർണൽസ് അല്ലെ, ബുക്സ് ആൻഡ് നോവൽസ് ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് പറയാം. ദെൻ ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് പറയുമ്പോൾ ഫിലിം, റേഡിയോ, ടെലിവിഷൻ ഒക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ദെൻ ഔട്ട്ഡോർ ആൻഡ് ട്രാൻസിറ്റ് മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ പോസ്റ്റേഴ്സും ബാനേഴ്സും അല്ലേ കാര്യങ്ങളൊക്കെയാണ്. ഡിജിറ്റൽ മീഡിയ അഥവാ ന്യൂ മീഡിയ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ വീഡിയോ പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, വീഡിയോ പ്ലാറ്റ്ഫോംസ്, ദെൻ മൊബൈൽ ആപ്സ്, അതുപോലെ ഇലക്ട്രോണിക് ബുക്സ്, ഇ ബുക്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത്. അതുപോലെ ഓൺലൈൻ റേഡിയോ, FM ഒക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ 99.9 FM അങ്ങനത്തെ ഓൺലൈൻ റേഡിയോ, ഇതൊക്കെയാണ് ഡിജിറ്റൽ മീഡിയ അഥവാ ന്യൂ മീഡിയയിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? അപ്പോൾ ഈ പ്രിന്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, അതുപോലെ ഈ ഔട്ട്ഡോർ മീഡിയ, അതായത് പോസ്റ്റേഴ്സ്, ബാനേഴ്സ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ അഥവാ ന്യൂ മീഡിയ, ഇതൊക്കെയാണ് എന്ത്, ഇതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾക്ക് എന്താണ്, ഒരുപാട് ഒരു വൈഡ് ഓഡിയൻസിലേക്ക് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോസിബിൾ ആണ് അല്ലേ, നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷനിലാണ് ഉൾപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ട്രഡീഷണൽ പ്രിന്റ് മീഡിയ. കണ്ടില്ല, അതിൽ ഇത് ഇനി ഓരോന്നും ചിത്രങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പ്രിന്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഈ കാര്യങ്ങളിലൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പിക്ചറൈസ് ചെയ്ത് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ട്രഡീഷണൽ മീഡിയ അഥവാ പ്രിന്റ് മീഡിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ, ന്യൂസ് പേപ്പറും മാഗസിൻസ് ഒക്കെ നമുക്കറിയാം. ന്യൂസ് പേപ്പർ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് പ്രിന്റ് മീഡിയയിൽ ഉൾപ്പെടുന്നത്, നമ്മളെ ന്യൂസ് പേപ്പറും മാഗസിനും കാര്യങ്ങളൊക്കെയാണ്. ബ്രോഡ്കാസ്റ്റ് മീഡിയ കണ്ടില്ലേ, ഫിലിം, റേഡിയോ, ടെലിവിഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത് അല്ലേ, ടെലിവിഷൻ, റേഡിയോ, ഫിലിംസ്, തിയേറ്റർ, ഇതൊക്കെ എന്താണ് ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ വരുന്നതാണ്. ദെൻ റേഡിയോ കണ്ടില്ലേ, ഓൺലൈൻ റേഡിയോ, FM, ക്ലബ് FMs ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെയാണ് ഓൺലൈൻ റേഡിയോ കാര്യങ്ങൾ. ദെൻ ഫിലിം ആൻഡ് ടെലിവിഷൻ. ഓക്കെ, ദെൻ ഡിജിറ്റൽ മീഡിയ അഥവാ ന്യൂ മീഡിയ എന്ന് പറയുമ്പോൾ അതിലെന്താണ്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, സ്നാപ്ചാറ്റ്, ദെൻ ലിങ്ക്ഡിൻ അല്ലേ, ഈ കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ ഒരുപാട്, യൂട്യൂബ്, ഇതൊക്കെയാണ് നമ്മുടെ ഡിജിറ്റൽ മീഡിയ അഥവാ ന്യൂ മീഡിയയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്, ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ പല രൂപങ്ങൾ അല്ലേ. ഇപ്പം നമ്മൾ ഫ്യൂ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പലതരത്തിലുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്, ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ പല രൂപങ്ങളാണ്, ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിലൊന്ന് വരുന്നതാണ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അല്ലേ, നേരിട്ടുള്ള സംസാരം, മുഖത്തോട് മുഖം നോക്കിയിട്ടുള്ള ഒരു സംസാരമാണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, പരസ്പരം അല്ലേ, ആ ഒരു 2-3 ആളുകളൊക്കെ കൂടി നിന്നിങ്ങനെ പരസ്പരം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അതാണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് ഐ കോണ്ടാക്ട് അല്ലേ, അവിടെ ഒരു നേത്രസമ്പർക്കം ഉണ്ടാവും അല്ലേ, പരസ്പരം ഒരു ഐ കോണ്ടാക്ട് അവിടെ കീപ്പ് ചെയ്യും. പിന്നെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. ദെൻ ടേൺ ടോക്കിംഗ്, അതായത് ഒരാൾക്ക് മാത്രമല്ല സംസാരിക്കാനുള്ള അവസരങ്ങൾ. ഇപ്പോൾ ഒരു 3-4 പേര് കൂടിയിട്ടുള്ളൊരു സംസാരമാണെങ്കിൽ അവിടെ ഒരു വ്യക്തി സംസാരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ അവിടെ കേൾവിക്കാരാവും. പിന്നെ അടുത്തത് മറ്റൊരാൾക്ക് സംസാരിക്കാൻ അവിടെ ചാൻസ് ഉണ്ട് അല്ലേ, എല്ലാവർക്കും സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോരുത്തർ അവരുടെ ടേൺ ആകുമ്പോൾ സംസാരിക്കും അല്ലേ. പിന്നെ ഗസ്റ്റേഴ്സ് അല്ലേ, ആക്ഷൻ, കൈകൊണ്ടുള്ള ആക്ഷൻസ് ഒക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നത്. ദെൻ അടുത്തത് വരുന്നതാണ് മറ്റൊരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ. ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ടെലിഫോണിൽ അല്ലെ, നമുക്കറിയാം ഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലെ. ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ ത്രൂ which we can touch with one person to another using a telephone. അപ്പോൾ നമുക്ക് ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ട്, അവിടെ ടെലിഫോണാണ് മീഡിയം. ഓക്കെ, ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാളുമായിട്ട് എന്താണ് ഒരു പേഴ്സണൽ ടച്ച് അവിടെ ഉണ്ടാവും അല്ലേ. അതായത് നമുക്ക് മറ്റൊരാളോട് സംസാരിക്കണമെങ്കിൽ അവിടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് എന്താണ് മറ്റൊരാളുമായിട്ട് അങ്ങനെ ഫോൺ ചെയ്യാനുള്ളൊരവസരം, അതായത്
ഈ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനിൽ അതെന്താണ്, ഒരു ടൈപ്പ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ നമുക്ക് എന്ത് പോസിബിൾ ആണ്, എന്താണ് സാധ്യമാവുന്നത്, നമുക്ക് ടെലിഫോൺ വഴി മറ്റൊരാളുമായിട്ട് സംസാരിക്കാനുള്ള അവസരമാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വി കനോട്ട് കമ്മ്യൂണിക്കേറ്റ് ഫേസ് ടു ഫേസ്. അപ്പം ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് അവിടെ നേരിട്ട് ആളെ കണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഫോണിലൂടെ അയാളുടെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ അല്ലേ. അപ്പം അങ്ങനെ ശബ്ദം കേട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഫേസ് ടു ഫേസ് ഡയറക്റ്റ് കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ല. നമുക്ക് ജസ്റ്റ് എന്താണ് അവിടെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന മറുപടി അത് കേട്ട് പിന്നെ അതിനനുസരിച്ച് നമുക്ക് പറയാം. അപ്പോൾ അവിടെ ജസ്റ്റ് നമ്മൾ ശബ്ദം മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ, ആളെ നേരിട്ട് കാണുന്നില്ല. ദർ ഹാവ് other options such as digital communication through email, social media etc. അപ്പോൾ നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ വീഡിയോ കോളും കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ മറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങളും അവൈലബിൾ ആണ്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ്റെ ഗുണങ്ങൾ പറയുന്നത്. ഒന്ന്, ഈസി ആൻഡ് ക്വിക്ക് ടു യൂസ് അല്ലേ, നമുക്ക് വളരെ വേഗത്തിൽ ഉപയോഗിക്കാം, എളുപ്പമാണ്. പിന്നെയോ ഈസി അവൈലബിൾ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമുക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാനൊക്കെ പറ്റുമല്ലേ, ഒരു അവൈലബിൾ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ ഡിസ്റ്റൻസ് ഇസ് നോട്ട് എ മാറ്റർ അല്ലേ, എത്ര നമ്മൾ സംസാരിക്കുന്ന ആൾ ഏത് രാജ്യത്തിൽ അല്ലെങ്കിൽ ഏത് നാട്ടിലായിക്കോട്ടെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ ഒരു വിഷയമല്ല അല്ലേ, ദൂരം ഒരു വിഷയമല്ല അല്ലേ. നമുക്ക് എത്ര ദൂരത്തുള്ള ആൾ വേണമെങ്കിലും നമുക്ക് എന്താണ് ഫോണിൽ സംസാരിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് ഇസ് നോട്ട് എ മാറ്റർ അല്ലേ, ദൂരം എന്ന് പറയുന്നത്, അകലം എന്ന് പറയുന്നത് അവിടെ ഒരു വിഷയമല്ല. പിന്നെയോ സേവ്സ് ടൈം ആൻഡ് എനർജി അല്ലെ, നമുക്ക് നമ്മളുടെ സമയവും എനർജി ഒക്കെ അവിടെ എന്താണ് ലാഭമാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണിൽ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കാനുള്ള പണിയേ ഉള്ളൂ അല്ലേ. ദെൻ ടെലിഫോൺ ഇൻ്റർവ്യൂസ് അല്ലേ, ടെലിഫോണിക് ഇൻ്റർവ്യൂസും പോസിബിൾ ആണ്. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്ത് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഇപ്പം പറഞ്ഞു ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഓക്കെ ഇപ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലേക്ക് കടക്കുകയാണ്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് മീൻസ് ട്രാൻസ്മിഷൻ ഓഫ് മീനിങ് അതർ ദാൻ ഓറൽ ഓർ റിട്ടൺ വേർഡ്സ്. എന്താണ്, നമ്മൾ എഴുത്തിലൂടെ, അതായത് എഴുത്തിലൂടെയുള്ള എഴുതുന്ന വാക്കുകളിലൂടെ അല്ലെങ്കിൽ സംസാരിക്കുന്ന വാക്ക്, അതിനെല്ലാം പുറമെ എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് മീനിങ്, നമ്മളെ കാര്യങ്ങൾ, ആശയങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യണം. അതായത് സംസാരം അല്ലെങ്കിൽ എഴുത്ത് അത് മാത്രമല്ല, റിട്ടൺ വേർഡ്സ് അല്ലെങ്കിൽ ഓറൽ വേർഡ്സ് കൂടാതെ അതിനപ്പുറം സംതിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് ദിസ് ട്രാൻസ്മിഷൻ ക്യാൻ ബി ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി പോസ്ചർ, അതുപോലെ ഐ കോണ്ടാക്ട് എക്സെട്ര. അപ്പോൾ ഇവിടെ വേർഡ്സിനേക്കാൾ ഉപരി ഇവിടെ കൂടുതൽ നമ്മളുടെ ബോഡി പോസ്ചർ, നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് അല്ലേ. നമുക്ക് നമ്മളുടെ ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഒരു ആക്ഷൻ കാട്ടുക അല്ലെങ്കിൽ കൈ കൊണ്ട് ആക്ഷൻ കാട്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംസാരത്തിലൂടെ എഴുത്തിലൂടെ അല്ലാതെ ഇത്തരത്തിൽ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൈകൊണ്ടുള്ള ആക്ഷൻസ്, ഗസ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, വെർബൽ എന്ന് പറയുന്നത് വെറും ഇപ്പം മൊത്തത്തിൽ നമ്മളൊരു പെർസെൻറ്റേജ് കണക്ക് നോക്കുകയാണെങ്കിൽ അധികവും നമ്മളുടെ സംസാരത്തിൽ ഒരു 65% നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അതായത് നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷനും നമ്മളുടെ വോയിസിൻ്റെ ടോണും അതുപോലെ നമ്മളുടെ അപ്പിയറൻസ്, നമ്മളുടെ ഐ കോണ്ടാക്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളൂ എന്താ, ഒരു 35% മാത്രമേ അവിടെ വെർബൽ വേർഡ്സിന് പ്രാധാന്യമുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത് അപ്പം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, അതുപോലെ ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ചിത്രങ്ങളിലൂടെയൊക്കെ അങ്ങനെ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ചിത്രങ്ങൾ കാണിച്ചു അതിലൂടെയുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, കണ്ടില്ലേ, ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള ഓരോ ആക്ഷൻസ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലല്ലേ, കുറേ ആളുകൾ ഇങ്ങനെ ആക്ഷനൊക്കെ കാട്ടി അല്ലേ, അങ്ങനെ ഫിസിക്കലായിട്ടുള്ളൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് വേർഡ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വാക്കുകൾ ഇല്ലാതെയുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്, അവിടെ വാക്കുകളുടെ സഹായം ഇല്ല. ഓക്കെ, അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് സമമാണ്? കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് വേർഡ്സ്, വാക്കുകൾ ഉപയോഗിക്കാതെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ത്രൂ സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജ്, വേർഡ്ലെസ് മെസ്സേജസ് അല്ലെ, സംസാരം ഇല്ലാതെ വാക്കുകളുടെ സഹായം ഇല്ലാതെ മെസ്സേജസ് അയക്കുക, മെസ്സേജ് റിസീവ് ചെയ്യുക. ഇത്തരം ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സച്ച് മെസ്സേജസ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ. അപ്പോൾ ഇത്തരം വേർഡ്ലെസ് മെസ്സേജസ്, ഇങ്ങനെ സംസാരം ഇല്ലാതെ എഴുത്തൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ നോൺ വെർബൽ ഇങ്ങനെ എന്തിലൂടെ പിന്നെ എങ്ങനെയാണ് നമ്മൾ മെസ്സേജസ് സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോണ്ടാക്ട്, ആക്ഷൻസ്, നമ്മളുടെ ബോഡി പോസ്ചർ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിലൂടെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മെസ്സേജ് കൺവേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോഴാണ് ഇതിനെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുക. അപ്പോൾ പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ആളുകൾ ഇരിക്കുന്ന ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ ഫിസിക്കൽ സ്ട്രക്ചർ, നമ്മളുടെ എല്ലാവരുടെയും ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ സ്ട്രക്ചറാണ് മെയിനായിട്ട് പോസ്റ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് അല്ലേ, അത് എന്താണ്? നമ്മുടെ പോസ്റ്റർ ഓർ ബോഡി മൂവ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് എ വെറൈറ്റി ഓഫ് മെസ്സേജ് വെദർ ഗുഡ് ഓർ ബാഡ്, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ് എങ്ങനെ, നമ്മളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയെന്നുള്ളതിനനുസരിച്ച് അല്ലേ നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ നല്ലതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മനസ്സിലാവും, ചീത്ത കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഗെസ്റ്റേഴ്സ് കണ്ടില്ലേ, കൈകൊണ്ടുള്ള ഓരോ ആക്ഷൻസ്, ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഇങ്ങനെ കാണിക്കുക, കുറച്ച് അല്ലേ, അത് ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കാതെ തന്നെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആക്ഷൻ കാട്ടും, കുറച്ച് മതി അല്ലേ, എങ്ങനെയൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ കുറച്ച് മതി അല്ലേ, അല്ലെങ്കിൽ മെല്ലെ സംസാരിക്കുക, സൗണ്ട് ഒന്ന് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയും. ഇതൊക്കെ എന്താണ്? ഇങ്ങനെ കൈകൊണ്ട് ഇപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അല്ലേ, ഇപ്പോൾ നമ്മൾ ഒരാൾ ഭയങ്കര ഉറക്കം സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും മെല്ലെ മെല്ലെ അല്ലേ, നമ്മൾ പറയാതെ നമ്മളിങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ആ ശബ്ദം കുറയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗെസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, പിന്നെ കണ്ടില്ലേ ഒരിത്തിരി എന്നുള്ള രീതിയിൽ അതേപോലെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഓരോ ആക്ഷൻസ് കാണിക്കുന്നത്, ഇതാണ് ഗെസ്റ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ആംസ്, ലെഗ്സ്, ഹാൻഡ്സ്, ഹെഡ് എക്സെട്ര. അപ്പോൾ കൈകൊണ്ട് മാത്രമല്ല നമ്മളെ കാലുകൊണ്ടും ഒക്കെ നമുക്ക് ആക്ഷൻ കാണിക്കാവുന്നതാണ് അല്ലേ. തല കൊണ്ട് അല്ലേ, തല ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നമുക്ക് സമ്മതം അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്യും. നമുക്ക് സമ്മതമാണെങ്കിൽ അതേന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാണിക്കും അല്ലേ. ഇതൊക്കെ എന്താണ്? ഗെസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലേ, നമ്മളുടെ മുഖം നോക്കി നമ്മളുടെ ഫേസിൽ എന്ത് എക്സ്പ്രഷനാണ്, എന്ത് ഭാവമാണ്, മുഖഭാവം നോക്കിയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ദേഷ്യമാണോ, സങ്കടമാണോ, സന്തോഷമാണോ, നല്ല രീതിയിലാണോ നമ്മൾ ഉള്ളത് എന്നൊക്കെ നമ്മളുടെ മുഖഭാവം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ദേഷ്യം അല്ലെങ്കിൽ ഒച്ചയിടുകയാണെങ്കിൽ കണ്ടില്ലേ, ഷൗട്ട് ചെയ്യുന്ന ചിത്രം, അതുപോലെ തന്നെ കണ്ടില്ലേ ഒരു ശാന്തഭാവം ആണെങ്കിൽ അങ്ങനെ കാമായിട്ട്, അല്ലെങ്കിൽ നല്ല പ്ലസൻ്റ് ആയിട്ട് സ്മൈലിംഗ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടാണ്, നമ്മൾ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, ഹാപ്പിയാണ് എന്നുള്ളത് മനസ്സിലാവും അല്ലേ. ലാഫിങ്, പൊട്ടിച്ചിരിക്കുന്നത്, അതുപോലെ ഒരു പുച്ഛം കാണിക്കുന്ന മുഖഭാവമാണത്. ദെൻ ഒരു പേടി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഒക്കെ കാണിക്കുന്ന എക്സ്പ്രഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വികാരങ്ങളെക്കുറിച്ച് ഒരുപാട് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നമ്മുടെ മുഖം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെക്കാൾ കൂടുതൽ അല്ലേ, മോർ ദാൻ എനി അതർ പാർട്ട് ഓഫ് യുവർ ബോഡി യുവർ ഫേസ് വിൽ കമ്മ്യൂണിക്കേറ്റ് മോസ്റ്റ് ക്ലിയർലി അല്ലേ. നമ്മളുടെ ഫേസ് ആണ് ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും. നമ്മളുടെ ഫേസ് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ദേഷ്യമാണോ സങ്കടമാണോ എന്നുള്ളതൊക്കെ നമ്മളുടെ ഫേസ് എക്സ്പ്രഷനാണ് ആദ്യം എല്ലാവരും ക്യാച്ച് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാംഗ്വേജിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ പല ഫോംസ് പറഞ്ഞു അല്ലേ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിൽ വരുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ, ഗെസ്റ്റർ, പോസ്റ്റർ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലാംഗ്വേജിനെ കുറിച്ച് പറയാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു ഓൾ.